വല്യമ്മേ, വല്യമ്മേ. വല്യമ്മല്ല മോളെ, വല്യച്ഛൻ. നിനക്കെന്നെ മനസ്സിലായില്ലേ മോളെ? മനസ്സിലായി വല്യച്ഛ. എന്റെ അച്ഛനും എന്റെ അമ്മയും ജീവിച്ചിരിക്കുമ്പോ വല്യച്ഛൻ പലവട്ടം ഫ്ലാറ്റിൽ വന്നിട്ടുള്ളതല്ലേ? അതെ, ഈ വല്യച്ഛൻ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. പക്ഷേ വല്യമ്മ വന്നിട്ടില്ല. അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നം. വല്യമ്മ എവിടെ വല്യച്ഛ? അവള് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ദുബായിലേക്ക് പോയി. ഞാൻ ഇങ്ങോട്ടും പോകും. എനിക്കിവിടെയും അവക്കവിടെയും നിൽക്കേണ്ട ആവശ്യമുണ്ട്. എന്താ മോളെ, രാത്രി നീ ഒറ്റയ്ക്ക്? കാർത്തി എവിടെ? കാർത്തിയേട്ടൻ വീട്ടിലുണ്ട് വല്യച്ഛ. പിന്നെന്താ അവനെ കൂട്ടാതെ? പിന്നെന്താ, നിങ്ങൾ പിണങ്ങിയോ? അതൊന്നുമില്ല. പിന്നെ എന്ത് പറ്റി മോളെ? എന്താ എന്താ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഞാൻ പ്രശ്നത്തില വല്യച്ഛ. എന്ത് പ്രശ്നം? ദാ നോക്ക്, നിന്റെ വല്യമ്മക്കാൾ സ്ട്രോങ് ആയി വല്യച്ഛൻ. ഈ ആകാശത്തിന് താഴെയുള്ള എന്ത് പ്രശ്നവും ഈ വല്യച്ഛൻ പരിഹരിച്ചു തരും. പറയൂ, എന്താണെങ്കിലും പറയൂ മോളെ. ഇന്ദ്രജയ്ക്ക് ഏത് നേരവും നിന്നെക്കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ. എനിക്കും അങ്ങനെ തന്നെ. ഞങ്ങൾക്ക് പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിന്നെ സ്വന്തം മോളായിട്ട് തന്നെയാ ഞാനും ഇന്ദ്രജയും കരുതുന്നത്. അതിനിടയ്ക്ക ചെമ്പകമംഗലത്തെ ഈ ഇഷ്യൂസ് ഒക്കെ. അതൊക്കെ പോട്ടെ, മോളെന്തിനാ വിഷമിക്കുന്നത്? മുഖം കണ്ടാലറിയാം, കരഞ്ഞു കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും മനസ്സാകെ തളർന്ന ഭാവവും. മോള് കാര്യം പറയൂ. മോൾ ഈ രാത്രി ഒറ്റയ്ക്ക് നിന്റെ വല്യമ്മ അന്വേഷിച്ചു വരണമെങ്കിൽ അതിന് തക്കതായ എന്തോ റീസൺ ഉണ്ട്. പറയൂ, എല്ലാം തുറന്നു പറയൂ. ഞാൻ അന്വേഷിച്ച് നടക്കുന്നത് എന്റെ കുഞ്ഞിനെ വല്യച്ഛ, എന്റെ വൈകുമോള്. എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം. അതിനെ എങ്ങനെയെങ്കിലും വല്യച്ഛൻ തിരിച്ചു വാങ്ങിത്തരണം. വല്യമ്മ വിചാരിച്ച അതിന് കഴിയുമായിരുന്നു. അതിനാ ഈ രാത്രി ഞാൻ വല്യമ്മ തിരക്കി വന്നത്. എനിക്ക് ഉറക്കമില്ല വല്യച്ഛ. രാത്രി കിടന്നിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഈ മുറിയല്ല മോളെ, ദേ ആ മുറി. അതിനകത്ത് കയറിയിരുന്നോ? വല്യച്ഛൻ ഇപ്പൊ വരാം. എന്താ വൈശാഖിത്? നിങ്ങളെക്കുറിച്ച് ഇന്ദ്രജ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞിരുന്നത്. നല്ലവനും വളരെ സൗമ്യനുമായ ചെറുപ്പക്കാരനെന്നാ അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. സോറി സർ. എന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല. ശത്രുക്കളോട് ഒരു ദയം ഇന്ദ്രജ കാണിക്കില്ല. പക്ഷേ അവൾ ആരെയും ചതിക്കില്ല. ആ വാൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കാര്യത്തില് എനിക്കിപ്പോഴും സംശയമുണ്ട് സർ. ഇപ്പോഴും? അതെ, ഇപ്പോഴും. അതായിരിക്കാം അവൾ ദുബൈയിലേക്ക് പോയപ്പോ എന്നെ പ്രത്യേകം ചുമതലപ്പെടുത്തിയത്. ആ വാള് വൈശാഖിന് തിരികെ തരണം. വൈശാഖ കൊണ്ടുവന്ന വാൾ ചെമ്മകമംഗലത്തെ ആണെന്ന് പറയുന്ന ആ ഉടവാൾ. ഞാൻ ആ വാൾ എടുത്തോണ്ട് ഇപ്പൊ വരാം.
ടിപ്പുവിന്റെ അളിയ ശ്രീ പാപ്പു സുൽത്താൻ ഉമ്മ വെച്ച് ചെമ്പകമംഗലത്ത് സമ്മാനിച്ച് പൊന്നുകൊണ്ടുള്ള വടിവാള്. ഇതെന്റെ ഇന്ദ്രേച്ചിയുടെ വീടായി പോയി. ഇല്ലെങ്കിൽ തന്നെ ഞാൻ കൈകാര്യം ചെയ്തേനെ. അഡ്വക്കേറ്റ് അനന്തഗോപനെ തനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ പകരം ചോദിക്കുന്നത് പതിയിരുന്നല്ല, നേരേക്ക് നേരെയാ. ഒന്ന് പോടോ, ഒരു ഫ്രോഡ് വക്കീല്. ഇതെടാ, പോളെ. അനന്തഗോപൻ, നോ, വേണ്ട. ചന്ദ്രഗിരി ദേവരാജൻ ആരാണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കറിയില്ല. എന്റെ പ്രൊഫൈൽ എന്താണെന്ന് പരിശോധിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിരിക്കും. ഹ്, വായിട്ടലക്കാൻ എനിക്ക് നേരമില്ലാഞ്ഞിട്ടാ. വൈശാഖേ, വളരെ മര്യാദയോടെ ഈ വാൾ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരും. പിടിക്ക്. ഇതോടെ വൈശാഖുമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ഇടപാടുകളും ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇത് ഡ്യൂപ്ലിക്കേറ്റ് വാളാണെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കും. ഇന്ദ്രേച്ചിയുള്ള വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇത് പറയുന്നത്